എന്താ സംഭവം? ഞങ്ങൾ രാവിലെ കുട്ടികളെ ഒച്ചം കേട്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ കുട്ടികളെ രാവിലെ ഇങ്ങനെ അവിടുന്ന് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ വണ്ടി വന്ന് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ വെട്ടേറ്റ് കിടക്കുന്നത്. വെട്ടേറ്റ് കിടക്കുകയാണല്ലേ? മരണം സംഭവിച്ചില്ല? ഇല്ല, അപ്പോൾ സംഭവിച്ചില്ല. അപ്പോൾ തുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മനോട് ചോദിച്ചു. അപ്പോൾ അമ്മ അവിടുന്ന് കൈയേകി വരുന്നതാണ് കാണുന്നത്. പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി. എന്താ നല്ല മുറികളുണ്ടായിരുന്നു? അപ്പോൾ രക്തം കിടക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാതെ ഒന്നും കഴിയില്ല, ആകെ തളർന്നു പോയി. എന്താണ് ഇതിന്റെ കാരണം? എന്തെങ്കിലും ഇല്ല, അങ്ങനെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്നലെ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള വീടാണോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കേരളത്തിൽ ഇപ്പൊ ട്രെൻഡിങ്ങില് ഈ ഒരു സംഭവങ്ങളാണ് നടക്കുന്നത്. ഭർത്തൃമാതാവ് തന്റെ മരുമകളെ ചായ കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ കൊലപ്പെടുത്തുകയുണ്ടായി. ഇതിൽ ഭർത്താവിനൊരു പങ്കുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു ഭാര്യയും അമ്മയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കാം. ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കത്തില്ല, ഇതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ അത് പരിഹരിക്കാത്തത് ഇയാളുടെ തെറ്റ് തന്നെയാണ്. കാരണം ഒരിക്കലും വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഈ ഒരു മറ്റുള്ള ഒരു വീട്ടിലുള്ള ഒരാളുമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണ്. ഓരോരുത്തർ ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഭർത്താവിന്റെ കുടുംബമായിട്ട് ചിലപ്പോൾ യോജിച്ച് പോകാൻ കഴിയത്തില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ. ഈ അമ്മ ഇത്ര പ്രശ്നക്കാരിയാണ്, തന്റെ ഭാര്യയെ ഇത്രയൊക്കെ ക്രൂരമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു വീട്ടിനകത്ത് നടന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും മനസ്സിലാക്കാണ്ട് ആ ഒരു വ്യക്തിയെ വീണ്ടും ആ ഒരു വീട്ടിനകത്ത് താമസിപ്പിച്ചത് തന്നെ ഈ ഒരു ഭർത്താവിന്റെ തെറ്റാണ്. എല്ലാവരും പറയുന്നുണ്ട് അമ്മായി അമ്മ ഇത് ചായ കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രമായിരിക്കത്തില്ല. ഇതിന് മുന്നേ ആ ഒരു വീട്ടില് ഭയങ്കരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തില് ആ ഒരു സ്ത്രീ ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സ്ത്രീ സഞ്ചിയും തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ജയിലിൽ പോകാനുള്ള ഒരു കുറച്ച് സാധനങ്ങളായിരിക്കാം. എന്താ ടൂറ് പോകാൻ പോകുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഒരു ഇത്തിരി പോലും ഒരു സങ്കടം ആ ഒരു സ്ത്രീയുടെ മുഖത്തില്ല. ഇതിനൊക്കെ വഴിവെച്ച് കൊടുത്തത് ആരാണ്? പെൺകുട്ടിയുടെ ഭർത്താവാണ്. കാരണം ആ ഒരു 2 പിള്ളേരെങ്കിലും ഓർത്ത് വേറൊരു വീട്ടിൽ താമസിക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് അമ്മയാണ് വലുത് എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ ക്രൂരമായിട്ടുള്ള അമ്മമാരെയാണ് ഞാൻ പറയുന്നത്. എല്ലാ അമ്മമാരെല്ലാം ഇതുപോലെ ക്രൂരമായിട്ടുള്ള മൈൻഡുള്ള അമ്മമാർ. കാരണം അവർക്ക് ഈ ഒരു മരുമക്കൾ വന്ന് എന്ത് തൊട്ടാലും അവിടെ തൊട്ടാലും ഇവിടെ തൊട്ടാലും കുറ്റങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? ഈ ഹസ്ബൻഡ് തന്നെയാണ്. ഒരു നിമിഷം ആ ഒരു ഭാര്യ ഇതുപോലെ അവരുമായിട്ട് യോജിച്ച് പോകുന്നില്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് അയാളുടെ തീരുമാനം ഒന്ന് മാറ്റാം. എത്ര കഷ്ടപ്പെട്ടിരുന്നാലും തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു കുട്ടികൾക്ക് അമ്മയില്ലാണ്ടായിരിക്കുന്നു. ആര് മുഖേന? തന്റെ അമ്മ മുഖേന ആ ഒരു പെൺകുട്ടിക്ക് തന്റെ ജീവിതം നഷ്ടപ്പെട്ടു, തന്റെ മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. ഇപ്പോഴും ഈ മൂകമായിട്ടുള്ള ചിന്തയിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് അമ്മയാണ് വലുത്, അമ്മ പറയുന്നതാണ് നമുക്ക് വലുത്, ഭാര്യയും മക്കളും വേറെയാണ്, അവർ അന്യരാണ് എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് ഉറപ്പാണ്. പല രീതിയിലും കാണും. കാരണം ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഭാഗം മിണ്ടാൻ പോലും പറ്റാണ്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടിറങ്ങി പെരുമാറാനുള്ളത് ഈ ഒരു ഭർത്താക്കന്മാരാണ്. ചിലപ്പം ഭാര്യമാർ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ആ ഒരു പെൺകുട്ടിയെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഭർത്താവ് വരുമ്പോൾ പറഞ്ഞു കേൾപ്പിക്കും. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വിധത്തിലുള്ള ആൺപിള്ളേര് ഇപ്പോഴും ഉണ്ട്. അവർക്ക് അവരുടെ മാതാപിതാക്കളാണ് വലുത്. പക്ഷെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് ഒരു വിലയുമില്ല. ഈ ഒരു മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾക്ക് മാത്രം വില കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭർത്താവ് അല്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പെൺകുട്ടി ജീവനോട് ഉണ്ടായിരിക്കുന്നു.